വലിയ മാറ്റങ്ങളോടെ രാജ്യത്ത് ഇന്നു മുതൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയാണ് പരിഷ്കരിച്ചിരിക്കുന്നത്. 2023 ഡിസംബറിൽ മുന്നോട്ട് വെച്ച ഈ ആശയപ്രകാരം ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ സംഹിത എന്നിങ്ങനെയാണ് നാമകരണം ചെയ്യുന്നത്. 0 FIR മുതൽ കുറ്റകൃത്യങ്ങളുടെ നിർവചനത്തിൽ വരെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഭാരതീയ ന്യായ സംഹിതയും, CRPCക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും, ഇന്ത്യൻ എവിഡൻസ് ആക്ടിനു പകരം ഭാരതീയ സാക്ഷ്യ സംഹിതയും വരുമ്പോൾ എടുത്തു പറയേണ്ടത് ഗുരുതര കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകൾ കഠിനമാക്കുന്നു എന്നതാണ്. പെറ്റി കേസുകളിൽ ഇനി പിഴയടച്ച് തലയൂരാനും സാധിക്കില്ല. 2023 ഓഗസ്റ്റിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുതിയ നിയമങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. IPCക്ക് പകരമായി വരുന്ന ഭാരതീയ ന്യായ സംഹിതയിൽ നേരത്തെ ഉണ്ടായിരുന്ന 511 വകുപ്പുകൾക്ക് പകരം 358 വകുപ്പുകൾ നിലവിൽ വരും. 484 വകുപ്പുകൾ വരുന്ന CRPCക്ക് പകരം വരുന്ന ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ ഇനി 531 വകുപ്പുകളാണ് ഉണ്ടാവുക. ഭാരതീയ സാക്ഷ്യ സംഹിത എന്ന പേരിൽ തെളിവ് നിയമത്തിനു പകരം വരുന്ന വകുപ്പിൽ നേരത്തെ ഉണ്ടായിരുന്ന 167 പകരം 170 വകുപ്പുകൾ ഉണ്ടാവും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള വകുപ്പുകൾ ചേർത്ത പുതിയ അധ്യായം ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്താൽ വധശിക്ഷയോ ജീവപര്യന്തമോ ആണ് ശിക്ഷ. വിവാഹം, തൊഴിൽ വാഗ്ദാനം, സ്ഥാനക്കയറ്റം എന്നിവയുടെ പേരിൽ സ്ത്രീകളെ ലൈംഗികാതിക്രമം ചെയ്യുന്നതും കുറ്റകരമാണ്. ആൾക്കൂട്ട കൊലപാതകം, വിദ്വേഷ പ്രചരണം, കുറ്റകൃത്യങ്ങൾ എന്നിവ കൊലക്കേസിലെ പ്രത്യേക വിഭാഗമായി മാറ്റിയിരിക്കുന്നു. പുതിയ നിയമം അനുശാസിക്കുന്ന പ്രകാരം എല്ലാ കേസുകളിലെയും അന്വേഷണം 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്നാണ്. ഇന്നലെ വരെ രാജ്യദ്രോഹ കുറ്റത്തിന്, അതായത് IPC 124 ആക്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുള്ള നിർവചനം ഇങ്ങനെയായിരുന്നു: വാക്കുകൾ, ആംഗ്യങ്ങൾ, എഴുത്ത്, സാമ്പത്തിക സഹായം, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയവയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ അതൃപ്തിയോ അനിഷ്ടമോ വെറുപ്പോ ഉണ്ടാക്കിയാൽ അവയുടെ ശിക്ഷ ഇങ്ങനെയായിരിക്കും: ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 3 വർഷം വരെ തടവും പിഴയും ചുമത്താം. പകരം കൊണ്ടുവരുന്ന ഭാരതീയ ന്യായ സംഹിത 150 വകുപ്പിൽ പറയുന്ന നിർവചനം ഇങ്ങനെയാണ്: വാക്കുകൾ, ആംഗ്യങ്ങൾ, എഴുത്ത്, സാമ്പത്തിക സഹായം, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയവയിലൂടെ രാജ്യത്തിന്റെ അഖണ്ഡതയും പരമാധികാരവും അപകടത്തിലാക്കൽ. ഇവയുടെ ശിക്ഷയിലും മാറ്റമുണ്ട്. ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 7 വർഷം വരെ തടവും പിഴയും ചുമത്താം. രാജ്യദ്രോഹ കുറ്റം കാലഹരണപ്പെട്ടതാണെന്നും കേസെടുക്കുന്നതിൽ നിന്നും പിന്മാറണമെന്നും സുപ്രീം കോടതി കഴിഞ്ഞ വർഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് നിയമ കമ്മീഷൻ ശുപാർശ ചെയ്തത് ഭേദഗതികളോടെ കുറ്റം നിലനിർത്താമെന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫലത്തിൽ രാജ്യവിരുദ്ധ പ്രവൃത്തികൾക്ക് കുറച്ചുകൂടി കൃത്യമായ നിർവചനം നൽകി ശിക്ഷ കൂട്ടിയാണ് പുതിയ നിയമം നിലവിൽ വന്നിരിക്കുന്നത്.